ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മൈസൂർ മസാല ദോശ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ദോശമാവ് ആവശ്യത്തിന്, 2 പൊട്ടറ്റോ നന്നായിട്ട് ബോയിൽ ചെയ്തത്, അതിൻ്റെ കൂടെ തന്നെ മല്ലിയില, കറിവേപ്പില, 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്, ഒരു വലിയ ഉള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു പാതി നാരങ്ങ, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്നെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കായം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്നി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 5 വറമുളക്, 1 ടീസ്പൂൺ പൊട്ടുകടല, 5 ചെറിയ ഉള്ളി, 1 തക്കാളി നന്നായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു 1/4 ടീസ്പൂൺ ഉഴുന്ന്, ഒരു 3 വെളുത്തുള്ളി, 1 ടീസ്പൂൺ പച്ചക്കടലപ്പരിപ്പ്. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് എണ്ണ, ഉപ്പ്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഉഴുന്നും കടുകും കൂടെ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഓണിയൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അതിനൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൂടെ ഒരു അല്പം കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു നുള്ളു മതി. അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ബോയിൽ ചെയ്ത് വെച്ചിരുന്ന പൊട്ടറ്റോ നന്നായിട്ട് സ്മാഷ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് പൊട്ടറ്റോ മസാലയാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. നമുക്കതിന് ഉപ്പ് പോരെങ്കിൽ അത്യാവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു അല്പം നാരങ്ങ നീരൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പുളിയൊക്കെ കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അല്പം മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പൊട്ടറ്റോ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് അടുത്തതായിട്ട് അതേ പാനിൽ തന്നെ നമുക്ക് അല്പം എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കാം. ചൂടാക്കിയതിന് ശേഷം ചെറിയ ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ആയ പൊട്ടുകടല, ഉഴുന്ന്, പച്ചക്കടലപ്പരിപ്പ്, വറമുളക്, ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന തക്കാളി ഇവയെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരല്പം ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒരു മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ദോശ ചുട്ടെടുക്കാം. ചുട്ടെടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിനെ തിരിച്ചിടാൻ പാടില്ല. അതിൻ്റെ മുകളിൽ മാവുണ്ടെങ്കിൽ ഒരു ചട്ടകം കൊണ്ട് ജസ്റ്റ് ഒന്ന് വടിച്ച് എടുത്ത് മാറ്റുക. അതിനോടൊപ്പം തന്നെ അല്പം ഗീയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന ചട്നി ദോശയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരുന്ന മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു വശത്തേക്ക് നമുക്കിതിനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് മടക്കിയെടുക്കാം. മസാല അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിതിനെ സിമ്മിൽ വെച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ദോശ കരിഞ്ഞു പോവും. അത് നോക്കുക. അപ്പോൾ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു അല്പം ബട്ടറൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മൈസൂർ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. ചട്നിയും സാമ്പാറും ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു ദോശ. സോ എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഗുഡ് ബൈ.